ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സാണ് ഫിസ്ക്കൽ പോളിസി. ഓക്കെ, ഫിസ്ക്കൽ പോളിസി എന്താണെന്ന് പറഞ്ഞാൽ ദ യൂസ് ഓഫ് ഗവൺമെൻറ് സ്പെൻഡിങ് ഓർ ടാക്സേഷൻ. ഗവൺമെൻറ് സ്പെൻഡിങ്ങും ടാക്സേഷനും കൂടി നമ്മുടെ ഇക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിനെയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഗവൺമെൻറ് സ്പെൻഡിങ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആൻഡ് ടാക്സേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ എക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിനെയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ഫിസ്ക്കൽ പോളിസിക്ക് രണ്ട് ടൂൾസ് ആണുള്ളത് അല്ലെങ്കിൽ രണ്ട് ലിവേഴ്സ് ആണുള്ളത്. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ level and composition of taxation, change in level and composition of taxation, and change in the level of spending or government expenditure. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിലും ടാക്സേഷനിലും ചേഞ്ചസ് വരുത്തിക്കൊണ്ടാണ് ഫിസ്ക്കൽ പോളിസി യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ എക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. ഓക്കെ, ചേഞ്ചസ് ഇൻ ദ ടാക്സേഷൻ ആൻഡ് എക്സ്പെൻഡിച്ചർ. There are mainly three types of government fiscal policy. Three types of fiscal policy. Okay, neutral fiscal policy, expansionary, and contractionary. ന്യൂട്രൽ ഫിസ്ക്കൽ പോളിസി, എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി ആൻഡ് കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ന്യൂട്രൽ ഫിസ്ക്കൽ പോളിസി എന്താണെന്ന് നോക്കാം. ന്യൂട്രൽ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് യൂഷ്വലി അണ്ടർടേക്കൺ വെൻ ആൻ എക്കോണമി ഈസ് ഇൻ ഇക്വിലിബ്രിയം. എക്കോണമി ഇക്വിലിബ്രിയത്തിലായിരിക്കുന്ന സമയത്താണ് ന്യൂട്രൽ ഫിസ്ക്കൽ പോളിസി എടുക്കുന്നത്. അതായത് ഇൻ ദിസ് കേസ് ഗവൺമെൻറ് സ്പെൻഡിങ് ഈസ് ഫുള്ളി ഫണ്ടഡ് ബൈ ടാക്സ്. അതായത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ഇപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു 10% ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ യൂസ് ചെയ്തിട്ടു എന്നുണ്ടെങ്കിൽ അത്രയും തന്നെ ടാക്സും എടുക്കും. ഓക്കെ, ഇപ്പോൾ ടാക്സും അത്രയും തന്നെ ഇമ്പോസ് ചെയ്യും. അതായത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ 10% കൂടി, അപ്പോൾ ടാക്സും 10% കൂടി. അപ്പോൾ ആളുകളുടെ കയ്യിൽ 10% ഇൻകം ഇൻക്രീസ് ചെയ്തു. ആ ഇൻകം തന്നെ ടാക്സ് വഴി ഗവൺമെൻറ് അബ്സോർബ് ചെയ്തു. അപ്പോൾ അതിനെയാണ് ന്യൂട്രൽ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ദർ ആർ നോ ചേഞ്ചസ് ഇൻ ദി ഇക്കോണമി. അതായത് ഇക്കോണമിയിൽ ഇൻഫ്ലേഷനും നടന്നിട്ടില്ല, ഡിഫ്ലേഷനും നടന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിനെയാണ് ന്യൂട്രൽ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസാണ് എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി. എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി എപ്പോഴാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ റെസഷൻ്റെ സമയത്താണ് എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റെസഷൻ്റെ സമയത്ത് നമ്മുടെ നാഷണൽ ഇൻകം, ഔട്ട്പുട്ട് എല്ലാം കുറവായിരിക്കും അല്ലേ. അപ്പോൾ എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, എക്കോണമിയെ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി എടുക്കുന്നത്. അതിന് രണ്ട് ടൂൾസാണുള്ളതെന്ന് ഞാൻ പറഞ്ഞു. ദാറ്റ് ഈസ് ടാക്സ് ആൻഡ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ അല്ലേ. അപ്പോൾ ടാക്സ് ആൻഡ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൽ ഇപ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും, അതായത് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് വഴി അലോക്കേറ്റ് ചെയ്യുന്നത്, പിന്നെ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ, അതൊക്കെയാണ് ബ്രിഡ്ജസ്, കനാൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എക്കോണമിയിലേക്ക് ക്യാഷ് ഇൻഫ്ലോ നടത്തും. അപ്പോൾ അതിനെയാണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെസഷൻ നടക്കുന്ന സമയത്ത് ടാക്സ് കുറയ്ക്കുമ്പോൾ ആളുകളുടെ കയ്യിൽ മോർ ഇൻകം ഉണ്ടാവും. കുറച്ച് ടാക്സ് കൊടുത്താൽ മതിയല്ലോ, അപ്പോൾ ഇൻകം കൂടും. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും. അതുവഴി റെസഷൻ കുറയും. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്താണ് ചെയ്യുക? റെസഷൻ ഉണ്ടാകുമ്പോൾ എക്സ്പെൻഡിച്ചർ കൂട്ടും. വെൽഫെയർ പ്രോഗ്രാംസ് ഒക്കെ വഴി, പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ്, അതുവഴിയൊക്കെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എക്സ്പെൻഡിച്ചർ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുമ്പോൾ റെസഷൻ കുറയും.
ഓക്കെ, ദിസ് ഈസ് ഇൻ ദി കേസ് ഓഫ് എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി. നമ്മുടെ എക്കോണമിയെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസഷൻ്റെ സമയത്ത് ഇക്കോണമി എടുക്കുന്ന, നമ്മുടെ ഗവൺമെൻറ് എടുക്കുന്ന സർട്ടൻ മെഷേഴ്സിനെയാണ് എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അതിന് 2 ടൂൾസ് ആണുള്ളത്, ടാക്സേഷൻ ആൻഡ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ആ റിസഷനുള്ള സമയത്ത് എക്സ്പാൻഷൻ ഫിസ്ക്കൽ പോളിസിയിൽ ടാക്സേഷൻ കുറയ്ക്കുകയും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂട്ടുകയും ചെയ്യുന്നു. അങ്ങനെ റിസഷൻ കുറയുന്നു. ഓക്കെ, ഇനി അടുത്ത കേസാണ് അല്ലെങ്കിൽ അടുത്ത ടൈപ്സ് ആണ് കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി. കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി. ഓക്കെ, ഈ കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി എടുക്കുന്നത് എപ്പോഴാണ്? ഇൻഫ്ലേഷൻ ഉള്ള സമയത്താണ് കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി നമ്മുടെ ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി ഇൻഫ്ലേഷൻ ഉള്ള സമയത്താണ് ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യും? ഗവൺമെൻറ് 2 ടൂളാണുള്ളത് എന്ന് പറഞ്ഞില്ലേ, ദാറ്റ് ഈസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആൻഡ് ടാക്സ് അല്ലേ. അപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും? കുറയ്ക്കും. എക്സ്പെൻഡിച്ചർ കുറയ്ക്കുമ്പോൾ ക്യാഷ് ഇൻഫ്ലോ എക്കോണമിയിൽ കുറയും. അപ്പോൾ ഇൻകം കുറയും, ആഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയും. അപ്പോൾ അങ്ങനെ ഇൻഫ്ലേഷൻ കുറയും. ഓക്കെ, ഇൻഫ്ലേഷൻ കുറയും. അപ്പോൾ അതുപോലെ തന്നെ ടാക്സിൻ്റെ കേസിൽ ടാക്സ് കൂട്ടും. ടാക്സ് കൂട്ടിയാൽ ആളുകളുടെ കയ്യിലുള്ള ഇൻകം കുറയും, ആഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയും, അതുപോലെ തന്നെ ഇൻഫ്ലേഷനും കുറയും. ദീസ് ആർ ദി 3 മെത്തേഡ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി. അതായത് 3 മെത്തേഡ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ 3 ടൈപ്സ് എന്നും പറയാം. ഓക്കെ, ന്യൂട്രൽ ഫിസ്ക്കൽ പോളിസി, എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി ആൻഡ് കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി. ഇനി മറ്റൊരു കേസാണ് ഫിസ്ക്കൽ പോളിസിയുടെ, ദാറ്റ് ഈസ് ഡിസ്ക്രിഷണറി സ്റ്റെബിലൈസേഴ്സ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഡിസ്ക്രിഷണറി സ്റ്റെബിലൈസേഴ്സ് ആൻഡ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ്. ഡിസ്ക്രിഷണറി സ്റ്റെബിലൈസേഴ്സ്, ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്ക്രിഷണറി സ്റ്റെബിലൈസേഴ്സും ഉണ്ട്, ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഡിസ്ക്രിഷണറി സ്റ്റെബിലൈസേഴ്സ് ആണ് നമ്മൾ എക്സ്പാൻഷണറി, കോൺട്രാക്ഷണറി ആൻഡ് ന്യൂട്രൽ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ് ഡെലിബറേറ്റ്ലി അഡോപ്റ്റ് ചെയ്യുന്ന പോളിസീസിനെയാണ് നമ്മൾ ഡിസ്ക്രിഷണറി സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഇൻഫ്ലേഷനോ ഡിഫ്ലേഷനോ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ എക്കോണമി ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റെബിലൈസേഷനിൽ അല്ലെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്ക്രിഷണറി സ്റ്റെബിലൈസേഷൻ നടക്കുന്നത് ന്യൂട്രൽ ഫിസ്ക്കൽ പോളിസി, കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി ആൻഡ് എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി വഴിയാണ്. ഓക്കെ, ഡിസ്ക്രിഷണറി സ്റ്റെബിലൈസേഴ്സ് നടക്കുന്നത് ന്യൂട്രൽ ഫിസ്ക്കൽ പോളിസി, കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി, എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി വഴിയാണ്. അതേ സമയത്ത് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് നടക്കുന്നത് എന്തൊക്കെ വഴിയാണ്? 2 കാര്യങ്ങൾ വഴിയാണ്. ദാറ്റ് ഈസ് ഫിസ്ക്കൽ ഡ്രാഗ് ആൻഡ് ഫിസ്ക്കൽ ബൂസ്റ്റ്. ഓക്കെ, ഫിസ്ക്കൽ ഡ്രാഗ് വഴിയും ഫിസ്ക്കൽ ബൂസ്റ്റ് വഴിയാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് നടക്കുന്നത്. ഈ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് നടക്കാനായിട്ട് ഒരു കാര്യം നിർബന്ധമാണ്. ഇഫ് ദ ടാക്സേഷൻ ഈസ് പ്രോഗ്രസീവ് ടാക്സേഷൻ ഉള്ള സമയത്ത് മാത്രമേ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഷൻ നടക്കുകയുള്ളൂ. പ്രോഗ്രസീവ് ടാക്സേഷൻ നമുക്കറിയാം, ആസ് ഇൻകം ഇൻക്രീസസ് ടാക്സേഷൻ ഇൻക്രീസസ്. 10% ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സേഷനും 10% ഇൻക്രീസ് ചെയ്യും. അതായത് ആളുകളുടെ കയ്യിൽ കൂടുതൽ ഇൻകമുള്ള ആളുകൾ കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് പ്രോഗ്രസീവ് ടാക്സേഷൻ. അപ്പോൾ ഈ സമയത്ത് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഷൻ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സിൽ ആദ്യത്തെ കേസ് നമുക്ക് ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആളുകളുടെ കയ്യിൽ ഇൻകം കൂടുതലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രോഗ്രസീവ് ടാക്സേഷനാണ്. അപ്പോൾ കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ടാക്സ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഇൻകം സ്വാഭാവികമായിട്ടും കുറയും. ഇൻകം കുറയുമ്പോൾ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയും. ആഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുമ്പോൾ ഇൻഫ്ലേഷൻ
കുറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇതിനെയാണ് നമ്മൾ ഫിസ്ക്കൽ ഡ്രാഗ് എന്ന് പറയുന്നത്. ഫിസ്ക്കൽ ഡ്രാഗ്. ഓക്കെ, ഫിസ്ക്കൽ ഡ്രാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിസ്ക്കൽ ഡ്രാഗ്. ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഫിസ്ക്കൽ ഡ്രാഗ് ആണ് സംഭവിക്കുക. ഓക്കെ, ഇനി അടുത്ത കേസാണ് അടുത്ത ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ്. അതായത് ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ ഫിസ്ക്കൽ ഡ്രാഗ് ആണ്. ഇനി ഡിഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്താണെന്ന് നോക്കാം. ഡിഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകളുടെ കയ്യിൽ ഇൻകം കുറവായിരിക്കും. അപ്പോൾ ടാക്സ് കുറവായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ടാക്സ് കുറവ് കൊടുക്കുമ്പോൾ ആളുകളുടെ കയ്യിൽ ഇൻകം കൂടും അല്ലേ? ഇൻകം കൂടുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും. അപ്പോൾ അങ്ങനെ ഡിഫ്ലേഷൻ കുറയും. ദിസ് ഈസ് കോൾഡ് ഫിസ്ക്കൽ ബൂസ്റ്റ്. ഇറ്റ് ഈസ് കോൾഡ് ഫിസ്ക്കൽ ബൂസ്റ്റ്. അപ്പോൾ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സിൽ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഫിസ്ക്കൽ ഡ്രാഗ് ആൻഡ് ഫിസ്ക്കൽ ബൂസ്റ്റ്. അപ്പോൾ ഈ ഫിസ്ക്കൽ ഡ്രാഗ് നടക്കുന്നത് ഇൻഫ്ലേഷൻ്റെ സമയത്താണ്. ഫിസ്ക്കൽ ബൂസ്റ്റ് നടക്കുന്നത് റെസഷൻ്റെ സമയത്താണ്. ഓക്കെ, ഫിസ്ക്കൽ ബൂസ്റ്റ് നടക്കുന്നത് റെസഷൻ്റെ സമയത്താണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഫിസ്ക്കൽ പോളിസി ആർ ഓഫ് ത്രീ ടൈപ്സ്. ദാറ്റ് ഈസ് ന്യൂട്രൽ ഫിസ്ക്കൽ പോളിസി, contractionary fiscal policy and expansionary fiscal policy. Contractionary fiscal policy നടക്കുന്നത് ഇൻഫ്ലേഷൻ്റെ സമയത്താണ്. എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി നമ്മൾ ഗവൺമെൻറ് യൂസ് ചെയ്യുന്നത് റെസഷൻ്റെ സമയത്താണ്. അതുപോലെ തന്നെ മറ്റ് രണ്ട് സ്റ്റെബിലൈസേഴ്സാണ് നമ്മൾ പറഞ്ഞത്. discretionary stabilizers and automatic stabilizers. Discretionary ഗവൺമെൻറ് ഡെലിബറേറ്റ്ലി എടുക്കുന്ന കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് കോൾഡ് ന്യൂട്രൽ, കോൺട്രാക്ഷണറി ആൻഡ് എക്സ്പാൻഷണറി. ഇവിടെ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സിലാണ് ഇൻഫ്ലേഷൻ്റെ സമയത്ത് ഫിസ്ക്കൽ ഡ്രാഗ് ആണ് സംഭവിക്കുന്നത്. റെസഷൻ്റെ സമയത്താണെങ്കിൽ ഫിസ്ക്കൽ ബൂസ്റ്റ് ആണ് സംഭവിക്കുന്നത്. ദർ ഈസ് നീഡഡ് the progressive tax system. Okay, progressive tax system. This is all about my class. Okay, thank you.